വളരെ ചുരുങ്ങിയ ഒരു ലിസ്റ്റ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതി വെറും 150 പേര് മാത്രം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ലിസ്റ്റ് വന്നിട്ട് 50-ലധികം ടീച്ചർ റിട്ടയർമെന്റുകൾ മാത്രം ഈ 9 മാസ കാലയളവിൽ ഉള്ളിൽ ഉണ്ടായിട്ടും 1ാം റാങ്കുകാരിക്ക് പോലും നിയമനം കിട്ടാതെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ജോലി ലഭ്യമാക്കുക, ശേഷം മാത്രം പരീക്ഷയ്ക്കുള്ള അടുത്ത വിജ്ഞാപനം പുറത്തിറക്കുക, 30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപിക എന്ന അനുപാതത്തിന് പകരം 25 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപിക എന്നുള്ള അനുപാതത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. നിലവിലെ പട്ടികയിൽ ഉൾപ്പെട്ട 180 പേർ കൂടാതെ കഴിഞ്ഞ പട്ടികയിലെ 17ഓളം പേർക്കും ജോലി ഇനിയും ലഭ്യമായിട്ടില്ല. സർക്കാർ പറയുന്ന ഈ അധിക ബാധ്യത, ഈ മെയ് മുതൽ വന്ന എത്രയോ റിട്ടയർമെന്റ് കേരളത്തിലുടനീളം ഈ പ്രതിസന്ധി ഉണ്ടെന്നറിയാം. ആ റിട്ടയർമെന്റിലേക്കെല്ലാം ഉള്ള ടീച്ചേഴ്സിനെ പുനർവിന്യസിച്ചിരിക്കുകയാണ്. ഒരു റാങ്ക് ലിസ്റ്റുകാർക്ക് പോലും നിയമനം കൊടുക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സർക്കാരിന് ഈ അധിക ബാധ്യതകൾ വരുന്നത്? വിരമിച്ച അധ്യാപകരുടെ ഒഴിവുകൾ ഉണ്ടെങ്കിലും അതിലേക്ക് പോലും തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അടക്കം സമീപിച്ചിരുന്നെങ്കിലും വേണ്ട നടപടികൾ ഇതുവരെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.